ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കപ്പെടുന്ന ഷോർട്ട് കട്ട് കീകളും അതുപോലെ തന്നെ ചില ട്രിക്കുകളുമാണ് ഈ CD-യിലെ കണ്ടന്റ്. ഈ ഷോർട്ട് കട്ടുകളും കീ കോമ്പിനേഷനുകളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ഉപയോഗം ഒരു മാജിക്കൽ സ്പീഡ് കൈവരിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. വളരെ സാവകാശം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല നിലക്കുള്ള സ്പീഡിലേക്കും അല്ലെങ്കിൽ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്കും കൂടുതലായിട്ടും മൗസും കീബോർഡിൻ്റെയും ഒരു സമന്വയത്തിലൂടെ കൂടുതൽ മാജിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാനും അത് വർക്ക് ചെയ്യാനും ഈ ഷോർട്ട് കട്ടുകളിലൂടെ അതുപോലെ തന്നെ ഈ ട്രിക്കുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇതിലെ കുറേ കൺവെൻഷൻസ് വളരെ ലളിതമായ രീതിയിൽ നമുക്കിവിടെ പഠിക്കാവുന്നതാണ്. വളരെ പ്രധാനമായിട്ട് കോമൺ ആയിട്ടുള്ള കുറേ കമാൻഡ്സ് ഉണ്ട്, കീ കമാൻഡ്സ് ഉണ്ട്. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം Ctrl+N. Ctrl+N എന്നത് ഒരു പുതിയ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ക്യാൻവാസ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. കൺട്രോൾ പിടിച്ചുകൊണ്ട് N, Ctrl+N. Ctrl+N വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല രീതിയിലും ഈ എന്താ പറയുക ഈ ഡയലോഗ് ബോക്സിൽ ഇടപെടാവുന്നതാണ്. പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ ആ നീല കളറ് നിലനിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും കീ അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് പോകും, പുതിയ ടൈപ്പിംഗ് വരികയും ചെയ്യും. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയണം എന്നില്ല എന്നർത്ഥം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകുന്നത് നോക്കാം. ന്യൂ ഡോക്ക് കണ്ടോ, നമ്മളത് കട്ട് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഇത് മറ്റൊരു ചേഞ്ചസും ആവശ്യമില്ലാതെ ഈ ഡയലോഗ് ബോക്സ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സിംപ്ലി OK പ്രസ് ചെയ്താൽ മതി, എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. കാരണം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ OK ബട്ടണിന് ചുറ്റും ഒരു നീല ഹാലോ വന്നിരിക്കുന്നത് നോക്കുക. ആ നീല ഹാലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കീയിലാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ആ ഫോക്കസിങ് മറ്റ് കീകളിലാവുമ്പോൾ മറ്റ് കീകളിൽ ആ നീല കളർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാകും. ശ്രദ്ധിച്ചു നോക്കുക, കണ്ടോ. ഇതുപോലെ ഈ ഹാലോ കീസ് കണ്ടോ, ഇപ്പോൾ ക്യാൻസലിലാണ് നിൽക്കുന്നത്. ഈ അവസരത്തിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലാണ് നടക്കുന്നത്. ഇനി മറ്റൊരു സംഗതി, ഇതിൽ ഏത് ഡയലോഗ് ബോക്സിലും OK അടിക്കാനായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യാനായിട്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഇനി നമ്മളിവിടെ ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിൽ അടുത്ത ഫീൽഡിലേക്ക് വരുന്നതിന്, ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ എൻ്റർ ചെയ്യുന്ന ഇടത്തെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെയിം എന്നത് ഒരു ഫീൽഡാണ്, പ്രീസെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫീൽഡാണ്. അപ്പോൾ ഫീൽഡുകൾ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇവിടെ നെയിം ഫീൽഡ്, അതുപോലെ തന്നെ തൊട്ട് താഴെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റ് ഫീൽഡ്. പ്രീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അളവുകളെയാണ് പ്രീസെറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ വളരെ കാര്യമായിട്ടുള്ള രീതികൾ പഠിക്കാനുണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. ഇനി നമ്മൾ ഈ പ്രീസെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പ്രീസെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നീല കളറിൻ്റെ ഭാഗം അവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഫോക്കസിങ് അവിടെയാണെന്ന് അർത്ഥം. ഈ അവസരത്തിൽ കീബോർഡിൽ F4 എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ താഴത്തേക്ക് ഡൗൺ ചെയ്യാം. ഇതിന് ഡൗൺ ഏരിയ കൊടുത്തുകൊണ്ട് നമുക്കതിനെ സെലക്ട് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ ഏരിയ കൊടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം. ഈ എൻ്റർ കീ നോർമലി ഈ ഡയലോഗ് ബോക്സിൻ്റെ എൻ്റർ കീയെ ബാധിക്കുന്നതല്ല. കാരണം ഇത് ഈ ഭാഗം ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അടുത്ത ആ എൻ്റർ കീ ഇവിടെ മാത്രമാണ് ബാധിക്കുക. ഇനി നമ്മൾ ഇവിടെ ടാബ് പ്രസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ഫീൽഡിലേക്ക് വരുന്നത്. തിരിച്ചു പോകാനായിട്ട് ഈ ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്ക് പോകാനായിട്ട് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ടാബ് പ്രസ് ചെയ്യുക. കണ്ടോ, തിരിച്ചു പോയി. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാബിലേക്ക് വരും. ഇങ്ങനെ വരുന്നതിന് ടാബ് ഓർഡർ എന്നാണ് പറയുക, ടാബ് ഓർഡർ. അപ്പോൾ ടാബ് ഓർഡർ അനുസരിച്ച് അടുത്ത ഫീൽഡുകളിലേക്ക് വരും. ഇങ്ങനെ കണ്ടോ, ടാബ് പ്രസ് ചെയ്യാം. ഇങ്ങനെ കാണുന്ന ഭാഗത്തിന്, അതായത് ഇങ്ങനെ കാണുന്ന ഫീൽഡിന് ഒരു കോംബോ ബോക്സ് എന്നാണ് പറയുന്നത്. ഈ കൺട്രോൾ കോംബോ ബോക്സിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ലിസ്റ്റിലെ ഐറ്റത്തിൻ്റെ ആദ്യത്തെ അക്ഷരം അറിയുമെങ്കിൽ നമുക്ക് ആ അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഡൗൺ ഏരിയ കൊടുത്തുകൊണ്ട് ആ ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ F4 പ്രസ് ചെയ്തുകൊണ്ട്
നമുക്ക് അതിലെ മൊത്തം എന്താ പറയുക ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. F4ന് പകരമായിട്ട് കീബോർഡിൽ ആൾട്ട് കീ പിടിച്ചുകൊണ്ട് ഡൗൺ ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലിസ്റ്റിനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൽ ആവശ്യമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫീൽഡിലേക്ക് വരാം. ഇവിടെ വിഡ്ത്ത്, ഈ ഫീൽഡിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് അല്ല എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കീബോർഡിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ വാല്യൂ കൊടുക്കുന്നതിൻ്റെ ഇത് നമുക്ക് നേരിട്ട് ന്യൂമറിക് പാഡിലോ അല്ലെങ്കിൽ കീബോർഡിലെ മറ്റതിലോ നേരിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ ഏരോ കീ അപ്പ് ഏരോ ഡൗൺ ഏരോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഉയർത്താനും താഴ്ത്താനും സാധിക്കും. നോക്കുക, ഞാൻ അപ്പ് ഏരോ പ്രസ് ചെയ്തപ്പോൾ ഓരോ വാല്യൂ ആയിട്ട് ഉയർന്നിരിക്കുന്നത് നോക്കുക. 23, 24 ആയിട്ട് ഉയർന്നിരിക്കുന്നത് കാണാം. കണ്ടോ? എന്നാൽ നമുക്ക് വില 10 ഇരട്ടിയാവും, അതായത് 10 ഇരട്ടിയായിട്ട് ഉയർത്തണമെങ്കിൽ ഇപ്പോൾ 47 എന്നുള്ളത് 48 ആയി. എന്നാൽ ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് അപ്പ് ഏരോ പ്രസ് ചെയ്യുമ്പോൾ 48 എന്നുള്ളത് 58 ആയി മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. കണ്ടോ? ഇനി നോക്കാം, അടുത്ത ടാബിലേക്ക് പോയി പിക്സൽ, ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ ആണ് വേണമെങ്കിൽ C എന്ന് പ്രസ് ചെയ്യാം. കണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ഏരോ കൊടുത്തുകൊണ്ട് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ടാബ് പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് വില നേരിട്ട് കൊടുക്കുകയോ ഡൗൺ ഏരോ അപ്പ് ഏരോ കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയോ ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ന്യൂമറിക് ഫീൽഡിലെല്ലാം അങ്ങനെ നമുക്ക് വില ഏരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. അപ്പ് ഏരോ ഡൗൺ ഏരോ അതല്ലെങ്കിൽ റൈറ്റ് ഏരോ ലെഫ്റ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പൊസിഷനിങ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ.